ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. ഇതുപോലെ കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ ഇതുപോലെ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ കുതിർത്തേണ്ട ആവശ്യമില്ല. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പച്ചമുളകും ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴറ്റി ഉണ്ടാക്കുമ്പോൾ പുളിയിഞ്ചിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഇതുപോലെ കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം കൂടുന്നതിനനുസരിച്ച് അത് കുറുകി വരാനും അത്ര ടൈം എടുക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ആവശ്യത്തിനുള്ള ഇട്ടത് കാരണം ഒരുപാട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നല്ല കറുത്ത പുളിങ്ങയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കഷ്ണം പച്ചക്കായ ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുള്ളത് ഇട്ട് കൊടുക്കാം. മധുരം ഒരു ഇത്തിരി കുറവുണ്ട്. ഇതുപോലൊരു കഷ്ണം ശർക്കര ചീവി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയിഞ്ചിയൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകൂട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയിഞ്ചിയിൽ ഇതുപോലെ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. വറവ് ഇടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. ഈ പുളിയിഞ്ചി ഇരുന്ന് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്.
പുളിയിഞ്ചി റെഡിയായി.